ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ വർഷത്തിൽ ഉണ്ടായിരുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും പുതിയൊരു അധ്യായം തുറക്കുന്ന, സന്തോഷത്തിൻ്റേതായിട്ടുള്ള അധ്യായം തുറക്കുന്ന സമയമാകട്ടെ നമ്മുടെയൊക്കെ ഈ ഒരു വർഷത്തെ വിഷു. ഈ ഒരു വർഷക്കാലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രേയസ്സും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും സർവേശ്വരകാരകനായിരിക്കുന്ന ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ച ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന തുലാം രാശിയിൽ ജനിച്ചവർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും പിന്നീട് കർമ്മസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാലും ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ സ്വാധീന ശക്തി മൂലം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ തുലാം രാശിക്കാർക്ക്. എന്നാൽ ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ചിട്ടയായിട്ടുള്ളൊരു ജീവിതശൈലി തുടരേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പൊതുവേ സമൂഹത്തിൽ നല്ല നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സന്തോഷാധിക്യത്തിനു സാധ്യത കാണുന്നുണ്ട്. പുതിയ വീട് വാങ്ങുവാനും നിലനിൽക്കുന്ന വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ പുതിയ അവസരങ്ങൾ കിട്ടുകയും സ്ഥാനക്കയറ്റം മൂലം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന സമയമാണ്. ഇനി ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലോ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലെ ബിസിനസ് വിപുലീകരിക്കുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷിച്ച് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഹനുമാന് വടമാല സമർപ്പിക്കുന്നതും രാമായണ ജപം ചെയ്യുന്നതുമെല്ലാം ഈ തുലാം രാശിക്കാർക്ക് വളരെ നല്ലതാണ്.